ഹലോ ഹായ് എല്ലാവർക്കും ലെന്നയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ്. ഏതാ നമുക്ക് നോക്കാം. KDRB എന്ന് പറഞ്ഞാൽ അറിയാമോ? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് KDRB എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാവും അല്ലെ? KDRB കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. സോ അതിന്റെ ബേസിസിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമ്മൾ അതായിട്ടാണ് അപ്പോ ആ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് KDRB കാണുന്നുണ്ടല്ലോ അല്ലെ? വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് KDRB ഹാസ് അനൗൺസ്ഡ് എ ടോട്ടൽ ഓഫ് 56 വാക്കൻസീസ്. എവിടേക്കാണ് വാക്കൻസീസ്? ട്രാവൻകൂർ ഉണ്ട്, കൊച്ചിൻ ഉണ്ട്, ഗുരുവായൂർ ഉണ്ട്, കുടൽമാണിക്യം ദേവസ്വത്തിലേക്കാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. 56 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 56 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് ഫോർ ദിസ് പെർമനന്റ് ഗവൺമെന്റ് ജോബ് എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? പെർമനന്റ് ഗവൺമെന്റ് ജോബ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ 56 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. KDRB കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ 56 വാക്കൻസീസ് ആണ്. 4 ദേവസ്വത്തിലാണ്. ആദ്യം തിരുവിതാംകൂർ എന്ന് പറയുന്ന ട്രാവൻകൂർ, പിന്നെ കൊച്ചി, പിന്നെ ഗുരുവായൂർ അല്ലെ? കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ ഗുരുവായൂരിലുണ്ട്. കുടൽമാണിക്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു വാക്കൻസീസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ജനുവരി 29 മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് കീ അപ്ഡേറ്റ്സ് പറയാം. ടോട്ടൽ വേക്കൻസീസ് എത്രയാണ്? 56 പെർമനന്റ് പൊസിഷൻസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജനുവരി 26, 2026 ജനുവരി 26 പറഞ്ഞു തോന്നുന്നു അല്ലെ? ജനുവരി 29 ലാസ്റ്റ് ഡേറ്റ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് അപ്ലൈ ഓൺലൈൻ ടു ദി ഒഫീഷ്യൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വെബ്സൈറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിലെന്താണ്? എലിജിബിൾ ഹിന്ദു കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. 56 പെർമനന്റ് പൊസിഷൻസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 26 വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓൺലി എലിജിബിൾ ഹിന്ദു കാൻഡിഡേറ്റ്സിന് മാത്രം ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഏതൊക്കെ ദേവസ്വം ബോർഡിൽ ആ ഒരു സ്പ്ലിറ്റപ്പ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. തിരുവിതാംകൂർ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ നാദസ്വരം കം വാച്ചർ 15 വാക്കൻസീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലാണ് കേട്ടോ. 15 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതിന് കാറ്റഗറി നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് റൂം ഗാർഡ് ആണെങ്കിൽ 5 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നാദസ്വരം ട്യൂറ്റർ, തകിൽ കം വാച്ചർ, നാദസ്വരം കം വാച്ചർ ഫോർ ഈഴവ, EWS, SC/ST, OBC ആൻഡ് ഹിന്ദു നാടർ കാറ്റഗറീസിലെല്ലാം വാക്കൻസീസ് വന്നിട്ടുണ്ട്. 15 വാക്കൻസീസ് ആണ് ഡയറക്റ്റ് നാദസ്വരം കം വാച്ചറിന്. സ്ട്രോങ് റൂം ഗാർഡിന് എത്രയാണ്? 5 വാക്കൻസീസ് ആണ് ഗാർഡ്സിന് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിലാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ, ആയുർവേദ മെഡിക്കൽ ഓഫീസറിന് 1 വാക്കൻസീസും LD ടൈപ്പിസ്റ്റിന് 1 വാക്കൻസിയും ജൂനിയർ ദേവസ്വം ഓഫീസറിന് 2 വാക്കൻസീസും ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ സ്പ്ലിറ്റപ്പ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഗുരുവായൂർ ദേവസ്വമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ LD ക്ലർക്കിന് 2 വാക്കൻസീസ്, വാച്ച്മാൻ 1 വാക്കൻസീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ 1 വാക്കൻസി, നഴ്സിംഗ് അസിസ്റ്റന്റ് 2 വാക്കൻസീസ്. ഇങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്ര വേക്കൻസീസ് ആണ് നമ്മൾ ടോട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 56 വേക്കൻസീസ് ആണ് നമ്മൾ ടോട്ടൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? കുടൽമാണിക്യത്തിൽ LD ക്ലർക്ക് 1 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? KDRB റിക്രൂട്ട്മെന്റ് പോർട്ടൽ എടുക്കുക, എന്നിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഫോളോ ദി സ്റ്റെപ്പ് ടു KDRB റിക്രൂട്ട്മെന്റ് പോർട്ടൽ. ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വെബ്സൈറ്റിലാണത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വെബ്സൈറ്റിൽ ഒരു ടൈം രജിസ്ട്രേഷൻ, ഒരു തവണയുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂസർ ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കിട്ടുന്നതായിരിക്കും. ഏതാണ് പോസ്റ്റിലേക്ക് ആ ഒരു ഡിസൈഡ് പോസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്. അപ്ലോഡ് റീസെന്റ് ഫോട്ടോഗ്രാഫ്, ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ടേക്ക് വിത്തിൻ ദ ലാസ്റ്റ്, അതായത് അവസാനം 3 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്? ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു കാലയളവായിരിക്കും നോക്കുന്നുണ്ടാവുക. നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. അതുപോലെ തന്നെ ഫീസ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഫീസ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ.
ഇനി submit and print the application form for the future reference. For detailed information qualification KDRBയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതിയാകും. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. KDRBയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ 59 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 29 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ ദേവസ്വത്തിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ. ഓക്കേ.